സ്വർഗം ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാം മാറും. എല്ലാം പുതിയതായിത്തീരുന്നു. ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തെ നിറയ്ക്കുന്നു. ഭയം അപ്രത്യക്ഷമാകുന്നു. ഇരുട്ട് നീങ്ങുന്നു. എല്ലാ മേഖലകളിലും വെളിച്ചം പ്രകാശിക്കുന്നു. ആശയക്കുഴപ്പം വ്യക്തമായ ദിശയിലേക്ക് മാറുന്നു. തകർന്ന ഹൃദയങ്ങൾ സുഖപ്പെടുന്നു. നഷ്ടപ്പെട്ട ആളുകൾ പ്രത്യാശ കണ്ടെത്തുന്നു. സ്വർഗം ആകാശത്ത് മാത്രമല്ല, അത് നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ദൈവത്തിന്റെ ഭരണമാണ്. നാം നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കുമ്പോൾ സ്വർഗം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പാപത്തിന് അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നു. നാം സ്വതന്ത്രരാകുന്നു. ഒരു പുതിയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ പോലും നമുക്ക് സന്തോഷം തോന്നുന്നു. സ്വർഗം ഒരു വീട് ഏറ്റെടുക്കുമ്പോൾ അവിടെ കൂടുതൽ സ്നേഹമുണ്ട്. ആളുകൾ പരസ്പരം ക്ഷമിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിത്തീരുന്നു. ദൈവത്തിന്റെ സത്യം കുടുംബത്തെ നയിക്കുന്നു. ആരാധന യഥാർത്ഥവും ശക്തവുമായിത്തീരുന്നു. ആളുകൾ മാറുന്നു, വിശ്വാസത്തിൽ വളരുന്നു, പരസ്പരം സഹായിക്കുന്നു. ഇരുണ്ട ലോകത്തിൽ സഭ ഒരു വെളിച്ചം പോലെ പ്രകാശിക്കുന്നു. സ്വർഗം ഒരു നഗരം ഏറ്റെടുക്കുമ്പോൾ ആളുകൾ പരസ്പരം കരുതാൻ തുടങ്ങുന്നു. നീതി ശക്തമാകുന്നു. തിന്മ പിന്നോട്ട് തള്ളപ്പെടുന്നു. ദൈവനാമം ബഹുമാനിക്കപ്പെടുന്നു. ജീവിതങ്ങൾ മാറുന്നു. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകേണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചു. എല്ലായിടത്തും ഭരിക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. സ്വർഗം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ശക്തിയും എല്ലായിടത്തും കാണാം. എല്ലാം അവനെപ്പോലെ തന്നെ കാണാൻ തുടങ്ങുന്നു. സമാധാനം, പ്രത്യാശ, സന്തോഷം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. സ്വർഗം നമ്മുടെ ജീവിതം കൈയെടുക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടവും സാന്നിധ്യവും അതിൽ വാഴട്ടെ.